ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് പൊന്മാൻ എന്ന സിനിമയാണ് കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും കഥകളുടെയും നോവലുകളുടെയും ഒക്കെ ഒരു അഡാപ്റ്റേഷൻ സിനിമയായിട്ട് മാറുമ്പോഴേക്കും വളരെയധികം പ്രശ്നങ്ങൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും ആ വായിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒരുപക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ കിട്ടാതെ പോകും എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. പൊന്മാൻ എന്ന സിനിമയെ സംബന്ധിച്ച് ജി.ആർ. ഉദ്യോഗവന്റെ കുറച്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു കഥയുടെ അഡാപ്റ്റേഷനാണ് സിനിമയായി മാറിയിരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും ഗുണകരമായ കാര്യം കഥയെ തിരക്കഥയാക്കി മാറ്റിയപ്പോൾ കിട്ടിയ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഒപ്പം ഗംഭീരമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഈ സിനിമയ്ക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്വാഭാവികമായും പല കഥകളെയും നമ്മൾ മനസ്സിൽ കണ്ട് ചില നായകന്മാരെ അല്ലെങ്കിൽ അഭിനേതാക്കളെ മനസ്സിൽ കണ്ട് എഴുതാറുണ്ട്. എന്നാൽ ഒരു കഥ സിനിമയായി മാറുമ്പോഴേക്കും അവിടെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് അവർക്ക് അനുയോജ്യരായിട്ടുള്ള മുഖങ്ങളെയാണ് തേടേണ്ടത്. ആ കാര്യത്തിൽ ഇവിടെ സംവിധായകനായിട്ടുള്ള ആർട്ട് ഡയറക്ടർ കൂടിയായിരുന്ന ജ്യോതിഷ് ശങ്കർ എന്ന വ്യക്തിയുടെ എക്സ്പീരിയൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ അറിവുകളെ, അദ്ദേഹത്തിൻ്റെ കാസ്റ്റിങ്ങിനെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആപ്റ്റായിട്ടുള്ള മുഖങ്ങളെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് എനിക്ക് ഈ സിനിമയിൽ നന്നായിട്ടൊരു കാര്യമായിട്ട് തോന്നിയത്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊല്ലം എന്ന് പറയുന്ന ഒരു ജില്ലയിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റു ജില്ലകളിൽ സമ്മാനം എന്നുള്ള രീതിയിൽ പറയുന്ന കാര്യം ഇവിടെ സ്ത്രീധനം എന്ന പേരിൽ തന്നെയാണ് വ്യക്തമായിട്ടും പറയാറുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ന് അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കഥയിൽ സംബന്ധിച്ച് ഇവിടെ സ്ത്രീധനമാണ് പ്രധാന പ്രശ്നം. ഒരു പെൺകുട്ടിക്ക് അവരുടെ വീട്ടുകാർ എന്ത് കൊടുക്കുന്നു അതിനെ ചൊല്ലിയുള്ള ഒരു വിവാഹവും ആ വിവാഹത്തെ തുടർന്നുണ്ടാകുന്ന ചില സംഭവങ്ങളും സംഭവ വികാസങ്ങളും കഥയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ഉണ്ടായിരിക്കുന്ന കാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ആ ഒരു കാസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ചും ബേസിൽ ജോസഫ് ഒരു ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ പല സിനിമകളിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങളുടെ മുഖം അങ്ങനെയാണ്. എന്നാൽ പൊന്മാനിലേക്ക് വരുമ്പോൾ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നല്ല അഭിനേതാവിനെ വീണ്ടും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം ആ ഒരു കഥാപാത്രത്തിൻ്റെ മീറ്റർ എന്താണോ അത് ഗംഭീരമായിട്ട് ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്വഭാവവും വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു സംസാരവും ആ ശൈലിയും ഒക്കെ തികച്ചും സിനിമയിൽ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ ആ ഒരു കഥാപാത്രത്തോട് നമുക്ക് തോന്നുന്നൊരു ദേഷ്യം ഭയങ്കരമായിട്ട് തോന്നും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ആ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ട് വരുമ്പോൾ നമുക്ക് അയാളുടെ കൂടെ നിൽക്കണം, നമ്മൾ ശരിക്കും ആരുടെ ഒപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റ് പോലും നമ്മുടെ മനസ്സിലുണ്ടാവും. ശരിക്കും ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും അവരവരുടേതായിട്ടുള്ള രീതിയിൽ നോക്കിയാൽ അവർക്ക് ഓരോ ശരികളുണ്ട്. ആ ശരികളെയും തെറ്റുകളെയും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. എന്നാൽ ഇന്ദുഗോപൻ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ വളരെ മികച്ച കുറെ അനുഭവങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടു വളർന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും വ്യക്തികളും അവരുടെ സ്വഭാവങ്ങളും ഒക്കെ കഥയും കഥാപാത്രങ്ങളെയും സ്വാധീനിക്കാറുണ്ട് എന്ന് പറയുന്നത് വളരെയധികം ശരിയാണ്. ഇവിടുത്തെ ഓരോ കഥാപാത്രങ്ങളും ഇപ്പോൾ മരിയാനയെ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നായികയായി എത്തുന്ന ലിജോമോളിന്റെ കഥാപാത്രത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റെഫി ഗ്രാഫ് എന്ന ആ കഥാപാത്രത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ഡെപ്ത് ആണെങ്കിലും അതുപോലെ തന്നെ രാജേഷിന്റെ കഥാപാത്രവും മമ്മിയുടെ കഥാപാത്രവും ഒക്കെ ഓരോരുത്തരും ഓരോ തരത്തിലും അവരവരുടെ ശരികൾക്ക് വേണ്ടി പോരാടുന്നവരാണ്. പക്ഷേ ആന കുത്താൻ വന്നാൽ പോലും താൻ പതറില്ല, തിരിഞ്ഞോടില്ല എന്ന് കാണിക്കുന്ന ബേസിൽ അത് ഗംഭീരമായിട്ട് ആ ഒരു കഥാപാത്രത്തിനെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ ഓരോ എക്സ്പ്രഷൻസും മൈന്യൂട്ടായിട്ടുള്ള ഡയലോഗ് ഡെലിവറികളും ഓരോന്നും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് തന്നെയാണ് കയറി ചെല്ലുന്നത്. സജിൻ ഗോപുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവേശത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ സിനിമകളിലും നിങ്ങൾ അയാളെ കണ്ടിട്ടുള്ള ഒരു ഫേസിൽ ഒരിക്കലും അയാളെ നോക്കരുത്. തികച്ചും ഒരു 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 ചൊറിയൻ ക്യാരക്ടർ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറില്ല. ഒരു ചൊറിയൻ ഒരു കാട്ടുമാക്കാനാണ്, ഒരു 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 വല്ലാത്തൊരുത്തനാണ് എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡാണ്. സജിൻ ഗോപു എന്ന് പറയുന്ന ഒരു നടൻ അതിനെ എത്രത്തോളം പ്രസന്റ് ചെയ്യാവോ അതിന്റെ എക്സ്ട്രീം ലെവലിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതിന് മേളിലേക്ക് ഒരു മീറ്റർ ഉണ്ടാക്കാൻ ഇപ്പൊ എന്തായാലും ആ ഒരു കഥാപാത്രത്തിന് വെച്ച് വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു ചൊറി ക്യാരക്ടർ അതിനെ ഗംഭീരമായിട്ട് അങ്ങരുടെ ഫിസിക് കൊണ്ടാണെങ്കിലും അങ്ങരുടെ ലുക്ക് കൊണ്ടാണെങ്കിലും അങ്ങരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണെങ്കിലും ഒക്കെ പൊളിച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സജിൻ ബാബു അല്ലാതെ ഇനി വേറൊരാളിനെ ആ ഒരു ക്യാരക്ടറിന്റെ ഏരിയയിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ബേസിലിന്റെ ക്യാരക്ടറും. ഈ രണ്ടെണ്ണവും എക്സ്ട്രീം കാസ്റ്റിങ്ങിന്റെ ലെവലില് ഗംഭീര കാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അതേപോലെ തന്നെ ദീപക് പറമ്പോൾ, ലിജോമോൾ ഇവർക്കൊക്കെ അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെല്ലാം അവർ നൈസായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മമ്മിയായിട്ട് എത്തുന്ന ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരിയുടെ ചില സമയത്ത് ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് അവരോട് തോന്നുന്നൊരു വിഷമവും സഹതാപവും സ്നേഹവും ഒക്കെ
തൊട്ടടുത്ത മൊമെന്റിൽ തന്നെ പൊളിച്ചടുക്കിക്കൊണ്ട് അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതും ഗംഭീരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആനന്ദ് മന്മഥൻ. എൻ്റെ മോനെ, നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് പല ചെറുപ്പക്കാരും നേരിടുന്ന ഒരു മുഖമാണ് നിങ്ങളത്. അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലൊരു നടനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കാലിബറിനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയൊരു ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന ബ്രൂണോ എന്ന കഥാപാത്രം. ശരിക്കും പറഞ്ഞാൽ ബ്രൂണോയുടെ മാനസിക വ്യാപനങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രേക്ഷകനെ അതിനൊപ്പം കൊണ്ടുപോകും. പലപ്പോഴും പല ചെറുപ്പക്കാരും നേരിടുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പാളിപ്പോയ ചില സാഹചര്യങ്ങളെ ഗംഭീരമായിട്ട് ഇവിടെ ബ്രൂണോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ ഈ മനുഷ്യൻ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് കാസ്റ്റിംഗേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള വൈഷ്ണവി സിനിമയിൽ ചെറിയൊരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. മോളെ, നീ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളുമായിട്ട് ഇനിയും മുന്നോട്ട് വരട്ടെ, നിനക്ക് ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. വളരെ സന്തോഷം, നീയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിന്റെ ഏരിയ ഒക്കെ വളരെ വൃത്തിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിന്റെ ഒരു ഡയലോഗ് അതിനകത്തുണ്ട്, ചേച്ചി മാത്രമേ എന്നോട് ഇഷ്ടത്തെക്കുറിച്ച് ചോദിച്ചുള്ളൂ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഒരുപക്ഷെ ഒരുപാട് പെൺകുട്ടികളുടെ ലൈഫിനെ അവിടെ പോർട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ഗംഭീരമായിട്ട് ആ ഡയലോഗും പെർഫോമൻസും ഒക്കെ മനോഹരമായിരുന്നു. ഈ സിനിമ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വായിക്കുന്ന എക്സ്പീരിയൻസ് നമുക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് നേരെ സ്ക്രീനിലേക്ക് എത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അത് ജ്യോതിശങ്കർ എന്ന ഡയറക്ടറിന്റെ മികവ് തന്നെയാണ്. മച്ചാനെ, നിങ്ങൾ പൊളി ഡയറക്ടറാണ്, നിങ്ങൾ കിടിലമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നു ചേട്ടാ, ഇതേപോലെ ശ്രദ്ധിച്ച് നല്ല നല്ല സിനിമകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണപ്പെട്ട ഡയറക്ടേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഇതുപോലത്തെ ഗംഭീര പടങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഇനിയും ഉണ്ടാവണം. കാരണം നിങ്ങളുടെ ക്രാഫ്റ്റ് ഗംഭീരമാണ്. നിങ്ങളൊരു പൊളിയാണെന്ന് തെളിയിക്കാൻ വേറെ ഒന്നും എടുത്ത് വെക്കണ്ട. പൊന്മാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ മാത്രം എടുത്തു വെച്ചാൽ മതി. ഒപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. സനു ജോൺ ആണ് സിനിമയ്ക്ക് വേണ്ടി എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. സോ എങ്ങനെ നോക്കിയാലും, ടെക്നിക്കൽ സൈഡ് നോക്കിയാലും, പെർഫോമൻസ് സൈഡ് നോക്കിയാലും, ഓൾ ഇൻ ഓൾ പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ ടോട്ടലി ഗംഭീരമാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും പറയാനില്ല. സജിൻ ഗോപുവിന്റെ ഒക്കെ ഏരിയ വരുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രാക്ക് ഉണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ കൊല്ലംകാർക്ക് വേണ്ടിയിട്ടൊരു പാട്ട്, അത് ഭയങ്കര സന്തോഷം തോന്നി. സോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പേഴ്സണലി ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ കണ്ട മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് പൊന്മാൻ. ഇതൊരു കഥയുടെ അഡാപ്റ്റേഷൻ ആണെങ്കിൽ പോലും അതിനെ ഏറ്റവും മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യപ്പെട്ട ഒരു ക്രാഫ്റ്റ് വർക്ക് കൂടിയാണ് പൊന്മാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. അപ്പോൾ എന്നെ പൂർണ്ണമായും തൃപ്തിയിലേക്ക് എത്തിച്ച ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പൊന്മാൻ എന്ന സിനിമ. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗും ഒക്കെ നിങ്ങൾ കാണുക, പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ കൂടെ ഉണ്ടാവുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും